നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിങ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഓഫായി പോകാറുണ്ടോ? ഇങ്ങനൊരു സംശയം ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചിരിക്കുന്നത് റോമിയോ റോയാണ്. നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറാണ്, എല്ലാം വീഡിയോസിലും കമൻറ്റ്സ് കാണാറുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: രാകേഷ് ചേട്ടാ, ഒരു സംശയം, ശരിയാണോ എന്നറിയില്ല, നമ്മുടെ വണ്ടികളുടെ പവർ സ്റ്റിയറിംഗ് ലോ സ്പീഡിൽ മാത്രം ആക്റ്റീവ് ആകുകയുള്ളൂ? അതായത് സ്പീഡ് ബിലോ 40 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടാണല്ലോ. നല്ല സ്പീഡ് പോകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കുമല്ലോ സ്റ്റിയറിംഗ് ചെയ്യാൻ. ലോ സ്പീഡിൽ ആക്റ്റീവ് ആകുകയും ഹൈ സ്പീഡിൽ ഓഫ് ആകുകയും ചെയ്യുമോ, അതോ ഫുൾ ടൈം ഓൺ ആയിരിക്കുമോ? എൻ്റെ ഒരു സംശയമാണ്, ശരിയാണോ എന്നറിയില്ല, ഒരു വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ടും. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, ആദ്യം തന്നെ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞേക്കാം. അതായത് നമ്മുടെ ഡൗട്ട്സ് എന്തൊക്കെയുണ്ടോ, നിങ്ങൾക്കുള്ളൊരു ഡൗട്ട്, അതിപ്പം ഒരു തെറ്റായൊരു സംശയമാണോ ശരിയായൊരു സംശയമാണോ, ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിമുട്ടുണ്ട. എന്ത് ഡൗട്ടുണ്ടോ, വാഹനം റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം, ഒരു മടിയും കാണിക്കേണ്ട. അതിപ്പം എന്താ പറയുന്നത്, തെറ്റായിക്കോട്ടെ, നമ്മൾ ആരും ഒന്നും പഠിച്ചിട്ട് വരുന്നതല്ല. ഞാൻ ഉൾപ്പെടെ ഇതെല്ലാം കണ്ടും കേട്ടും ചെയ്തും പഠിച്ച കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ വലുതാണ്. കാരണം ഞാൻ പലപ്പോഴും ശരിയാണെന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യം ചിലപ്പോൾ അഴിച്ച് പണിതുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും പഠിച്ചുകൊണ്ട് വരുന്നതല്ല, നമ്മൾ ഓരോന്നും ചെയ്താണ് പഠിക്കുന്നത്. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്നിടത്തോളം, അല്ലെങ്കിൽ ഒരു തവണ ചെയ്തു, രണ്ടാമത് ചെയ്തു, മൂന്നാമത് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്. കാരണം നല്ല വൃത്തിയായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. പഴയ വാഹനങ്ങൾ, അതായത് പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും, നിർത്തിത്തിരിക്കുന്ന സമയത്ത്, അതായത് ആ വാഹനം ഐഡലിംഗ് കണ്ടീഷനിൽ നമ്മൾ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ എല്ലാം കൂടെ വെയിറ്റ്, ആ ടയർ അത് വെച്ച് വേണം തിരിക്കാൻ. പ്രത്യേകിച്ച് എവിടെയെങ്കിലൊക്കെ നിർത്തി തിരിക്കുമ്പോഴൊക്കെയാണ് ശരിക്കും ബുദ്ധിമുട്ട് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്, പഴയ ലോറിയും കാര്യങ്ങളൊക്കെ ഈ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനങ്ങൾ അവർ അനക്കിയായിരിക്കും തിരിക്കുന്നത്. അതായത് വാഹനം കുറച്ച് മുമ്പിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ ഒരു അനക്കം വരികയാണെന്നുണ്ടെങ്കിൽ ടയർ കുറച്ചൊന്ന് ഫ്രീ ആവും. എങ്ങനെ ഫ്രീ ആവുമെന്ന് വെച്ചാൽ, ഈ അനക്കം തട്ടുന്ന സമയത്ത് അവനൊരു ഒരു ഫ്രീനെസ് കിട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഫ്രീ ആവും. അതേ സ്ഥാനത്ത് വാഹനം ഓടിത്തുടങ്ങി കഴിയുമ്പോൾ, അതായത് റോളിങ് വരുന്ന സമയത്തുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, സ്റ്റിയർ ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിളാണ്. പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളത് ഓടിച്ച് നോക്കുമ്പോൾ കറക്റ്റ് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് പവർ സ്റ്റിയറിംഗിൻ്റെ സെക്ഷനിലോട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനം നമ്മൾ നിർത്തി തിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഫോഴ്സ് വേണം. ഈ ഒരു ഫോഴ്സിനെ സഹായിക്കുന്നതാണ് നമ്മുടെ അസിസ്റ്റ്, അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് അസിസ്റ്റ് എന്ന് പറയുന്ന മോട്ടർ ആകാം, ഫ്ലൂയിഡ് ആകാം, പല വേരിയൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മളെ സഹായിക്കുന്നു പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഒരു ചെറിയ സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു വളവാണ്. ഈ വളവ് തിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് നിർത്തി തിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു വട്ടമെങ്കിലും ഫുള്ള് തിരിക്കേണ്ടി വരുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. പക്ഷേ ഇതേ വളവ് നമ്മൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ, ഈ ഒരു വളവ് തിരിക്കണമെങ്കിൽ ഒരല്പം സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ വാഹനം പെട്ടെന്നാണ് തിരിഞ്ഞ് കിട്ടുന്നത്. എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇനി നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. അതായത് സ്പീഡിൽ പോകുന്ന സമയത്തും സ്പീഡ് കുറഞ്ഞു പോകുന്ന സമയത്തും രണ്ട് രീതിക്ക് ടേണിന് ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. കാരണം സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് സ്റ്റിയർ ചെയ്യുന്നത് വളരെ കുറച്ച് മതിയാവും. അതേ സ്ഥാനത്ത് ഒന്ന് നിർത്തി നമ്മളൊരു നല്ലൊരു വളവൊക്കെ തിരിക്കാനാണെങ്കിൽ കുറച്ചേറെ നമ്മൾ തിരിക്കേണ്ടി വരുന്നുണ്ട്. ഈ ഒരു കാര്യം ഒരു ട്രൂത്താണ്. അപ്പോൾ ശരിക്കും ഇനി നമുക്ക് ഈ ചോദിച്ച ചോദ്യത്തിലോട്ട് വരാം. പവർ സ്റ്റിയറിംഗ് ശരിക്കും വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും സ്പീഡ് ഇല്ലാത്ത സമയത്ത് തന്നെയാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ എത്രത്തോളം വാഹനത്തിൻ്റെ സ്പീഡ് ഉണ്ടെന്നുള്ളത് നമ്മുടെ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിൽ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിഡ്സിന് ഒരു RPM മീറ്റർ ഫിറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിൽ നിന്നാണ് വാഹനത്തിൻ്റെ RPMത്തിൻ്റെ ലൈൻ ഞാൻ എടുക്കുന്നത്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എഞ്ചിൻ്റെ കറക്കവും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്കവിടെ അറിയാൻ സാധിക്കും. ഓക്കെ, ഓട്ടോറിറ്റീസ് അത് വിട്ടോ. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ സ്പീഡും കൂടെ അനുസരിച്ചാണ് സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂള് പവർ സ്റ്റിയറിങ്ങിലോട്ട് കൊടുക്കുന്നത്. കാരണം വാഹനം നല്ല സ്പീഡ് എത്തുന്ന സമയത്ത് ഈ പറയുന്ന പോലെ പവർ സ്റ്റിയറിംഗ് ആക്റ്റീവ് ആണെങ്കിൽ, ഫുള്ളായിട്ട് ക്ലോസ് ആവുന്ന ഞാൻ പറഞ്ഞില്ല, പക്ഷേ അത്രത്തോളം ആക്റ്റീവ് ആയിരിക്കത്തില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ വാഹനം കൈവിട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡ് കൂടുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കുറച്ച് സ്റ്റിഫർ ആകുന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇച്ചിരി കട്ടി വരുന്നതിൻ്റെ കാര്യം അതൊരു കംപ്ലയിൻ്റ് അല്ല, നോർമലായിട്ട് തന്നെ അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഉറപ്പായിട്ടും അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.